ഹലോ എവരിവൺ, വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ്സിന് കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 2025 ഞാൻ കൊടുത്തിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ 10 ദിവസമാണ് നമ്മുടെ ചെടികൾക്ക് വളം കൊടുത്തത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ 4-ാം തീയതിയാണ് നമ്മൾ ആദ്യം വളം കൊടുത്തത്. അത് വന്നിട്ട് ഫ്ലവറിങ്ങിനുള്ള NPK ആണ് കൊടുത്തത്. പിന്നെ വന്നിട്ട് 8-ാം തീയതി അടുത്ത വളം കൊടുത്തു. അത് വന്നിട്ട് ഗ്രോത്തിനുള്ള NPK ആണ്. ഈ ഗ്രോത്തിനുള്ള NPK 30-10-10 റേഷ്യോയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ള NPK എന്ന് പറയുന്നത് 13-27-27 റേഷ്യോയിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ 3-ാമത്തെ ദിവസം 9-ാം തീയതിയാണ് കൊടുത്തത്. അത് വന്നിട്ട് ഈ ഇറച്ചിയൊക്കെ കഴുകുന്ന ആ ഒരു ബ്ലഡാണ്. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇറച്ചി കഴുകുന്ന ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഈ ഒരു വളത്തിൽ നല്ല ഹൈ നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് നല്ലതുപോലെ വളരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, അതായത് അയൺ, സിങ്ക്, കോപ്പർ ഇങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന്, അതായത് ഇത് ശരിക്കും മണ്ണിലൊക്കെ വളരുന്ന പ്ലാന്റ്സിനാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറച്ച് റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ബാക്ടീരിയാസ് നമ്മുടെ ഓർക്കിഡ്സിൽ ചിലപ്പോൾ റോട്ടൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു അത്ര നല്ലൊരു മണമല്ല, ചിലപ്പോഴൊക്കെ കുറച്ച് സ്മെല്ലുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ഈ ഒരു ബ്ലഡ്, ഈ ഒരു ഇറച്ചി കഴുകുന്ന വെള്ളമായാലും അതുപോലെ തന്നെ മീൻ കഴുകുന്ന വെള്ളമായാലും നമ്മൾ വളരെ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെയുള്ള സ്മെല്ലുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർക്കിഡ്സിൻ്റെ കൂമ്പിലൊക്കെ വീഴുകയാണെങ്കിൽ നല്ലപോലെ റോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നല്ലപോലെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒരു മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ കൊടുത്താലും മതിയാവും. നല്ല നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസത്തിലൊരിക്കലൊക്കെ കൊടുക്കുന്നത് തന്നെ വളരെ അത്രയൊക്കെ മതി നമുക്ക്. പിന്നെ നമുക്ക് വന്നിട്ട് അതിനുശേഷം 13-ാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം കൊടുത്തത്. അത് വന്നിട്ട് ഉള്ളിത്തൊലിയാണ്, ഒണിയൻ പീൽ എക്സ്ട്രാക്റ്റ്. നമ്മുടെ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തൊലി നമ്മളൊരു 3 ദിവസം വെള്ളത്തിൽ ഇട്ട് ശേഷം അതിനെ അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാം നമുക്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ്സിന് നല്ലൊരു റൂട്ട് ഗ്രോത്തിനൊക്കെ നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതൊരു പെസ്റ്റ് റെപ്പലൻറ്റും കൂടെയാണ്. നമുക്ക് കീടങ്ങളുടെ ആക്രമണമൊക്കെ ഒരു പരിധിവരെ ഇത് പിടിച്ചു നിർത്തും. പിന്നെ നമ്മൾ അതിനുശേഷം 17-ാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം കൊടുത്തത്. അത് വന്നിട്ട് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ്. അപ്പോൾ തേങ്ങാവെള്ളം നമുക്ക് എത്ര വേണോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് പുളിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിച്ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ഓർഗാനിക് വളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഈ മീനിൻ്റെയും ഇറച്ചിയുടെയൊക്കെ ആ ഒരു വെള്ളത്തിൽ പറഞ്ഞ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഇതുവരെയും നമ്മുടെ പ്ലാന്റ്സിൽ ഇത് കേടുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലൊരു വളമാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് വാട്ടർ. ഇതിലും നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബെനിഫിഷ്യൽ ബാക്ടീരിയ, നമ്മുടെ റൂട്ടിൻ്റെ ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ബെനിഫിഷ്യൽ ബാക്ടീരിയ നമുക്ക് ഈ ഒരു തേങ്ങാവെള്ളം പുളിപ്പിച്ച് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ 18-ാം തീയതിയാണ് നമ്മൾ അടുത്ത്. അത് നമ്മൾ വളമല്ല കൊടുത്തത്, നീം ഓയിലാണ് നമ്മൾ സ്പ്രേ ചെയ്തത്. നമ്മുടെ ഗാർഡനിൽ ചില മൊട്ടുകളിലെല്ലാം ഒരുപാട് കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് നീം ഓയിൽ കൊടുത്ത് നോക്കി. പിന്നെ നമ്മൾ 21-ാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം ചെയ്തത്. അത് നമ്മൾ നേരത്തെ നമ്മുടെ ഇറച്ചി വെള്ളം പറഞ്ഞ കണക്ക് തന്നെ മീനിൻ്റെ വെള്ളമാണ്. മീനിൻ്റെ ആ ഒരു ബ്ലഡ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇറച്ചിയുടെ ബ്ലഡിനെക്കാട്ടും മീനിൻ്റെ വെള്ളം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്മെല്ല് കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അഥവാ കൊടുക്കുകയാണെങ്കിൽ. പക്ഷെ ഇതുപോലെ നല്ല നൈട്രജൻ കണ്ടൻറ്റ് കൂടിയൊരു വളം തന്നെയാണ് ഈ ഒരു മീനിൻ്റെ വെള്ളം. പിന്നെ വേനൽക്കാലത്തോ അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് കൊടുക്കരുത്, വേനൽക്കാലത്ത് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 24-ാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം ചെയ്തത്. അത് വന്നിട്ട് ഗ്രോത്തിനുള്ള NPK ആണ്, 30-10-10 റേഷ്യോയിൽ വരുന്ന. പിന്നെ 27-ാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം ചെയ്തത്. അത് വന്നിട്ട് ഫ്ലവറിങ്ങിനുള്ള NPK ആണ്, 13-27-27 റേഷ്യോയിൽ വരുന്നത്. പിന്നെ 31-ാം തീയതി നമ്മൾ പിന്നെയും ഗ്രോത്തിനുള്ള NPK തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാർച്ച് മാസത്തിൽ, മാർച്ച് 2025 നമ്മൾ കൊടുത്ത വളങ്ങൾ.
അപ്പോൾ ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഉള്ള വളങ്ങൾ നമുക്ക് എപ്പോഴും വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നരാടം വിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ അങ്ങനെയൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ ഒരു ഓർഡറിലോ അങ്ങനെയൊന്നും നമുക്ക് ഒരു നിർബന്ധമില്ല. ഇത് ഞാൻ ജസ്റ്റ് കൊടുത്ത അതേ ഒരു ഓർഡറിൽ ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെ ആയാലും നമുക്ക് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ കൂമ്പിലും ഇലകളുടെ ഇടയിലുമൊക്കെ കൊടുക്കാതിരിക്കുക മാക്സിമം. കാരണം അവിടെയൊക്കെ നമുക്ക് ചിലപ്പം റോട്ടുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഗ്രീൻ കെയറിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് ബേണൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ ചെടികൾക്ക് മൊത്തമായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റ് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.